PT എക്സാം 2, 3 തവണയൊക്കെ എഴുതേണ്ടി വരിക. ഇപ്പോൾ എന്നെ പല ഇടത്തു നിന്നും സ്റ്റുഡൻസൊക്കെ വിളിക്കുന്നുണ്ട്, സാറേ PT 3 തവണ എഴുതി, 5 തവണ എഴുതി എന്നൊക്കെ പറഞ്ഞിട്ട്. എന്താണ് ഇതിൻ്റെ ഒരു കാര്യമെന്ന് ഞാൻ മനസ്സിലാക്കിയത്, പലരും ഈ എക്സാമിനെക്കുറിച്ച് വളരെ സീരിയസ് അല്ലാത്ത രീതിയിൽ കണ്ടിരിക്കുന്നുവെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സാറേ, എൻ്റെ ഹസ്ബൻഡ് എഴുതി കിട്ടി. അപ്പം ഞാനും ചെറിയ രീതിയിൽ പ്രാക്ടീസൊക്കെ ചെയ്തു, പോയി എഴുതി, കിട്ടിയില്ല. പിന്നെ തുടർച്ചയായിട്ടൊരു 3-4 തവണ എഴുതി, കിട്ടിയില്ല. സാറേ, എൻ്റെ വൈഫ് എഴുതി കിട്ടി. അപ്പോൾ ഞാനും വിചാരിച്ച് കിട്ടുമെന്ന്. അപ്പോൾ ഒരു ചെറിയ പ്രാക്ടീസൊക്കെ എടുത്തു, പോയി എഴുതി, കിട്ടിയില്ല. പിന്നെ തുടർച്ചയായിട്ട് 3-4 തവണ എഴുതി, കിട്ടിയില്ല. സാറേ, എൻ്റെ ഫ്രണ്ട് എഴുതി കിട്ടി, പക്ഷേ ഞാൻ എഴുതി കിട്ടിയില്ല. പിന്നെ ചിലരുണ്ട്, വലിയ പ്രയാസമില്ലാത്തൊരു എക്സാം ആണല്ലോ, എന്നാൽ പിന്നെ ഒന്ന് എഴുതി നോക്കിയേക്കാം എന്ന് തവണ പോയി എഴുതും. 2 മൊഡ്യൂൾ കിട്ടും, 2 എണ്ണം കിട്ടത്തില്ല. അപ്പോൾ അവർ ചിന്തിക്കും 2 എണ്ണം കിട്ടിയല്ലോ, എന്നാൽ ഒന്നുകൂടെ എഴുതാം. അപ്പോൾ അവരെന്ത് ചെയ്യും? ഒന്നുകൂടെ എഴുതും. അപ്പോൾ ആ കിട്ടിയ 2 മൊഡ്യൂൾ പോവും, കിട്ടാത്ത 2 എണ്ണം കിട്ടും. എന്നാൽ പിന്നെ 2 എണ്ണം കിട്ടിയല്ലോ എന്ന് വിചാരിച്ച് വീണ്ടും പോയി എഴുതും. അങ്ങനെ ആകെപ്പാടെ ഇത് കുളവാക്കി 3, 4 തവണ അല്ല 5 തവണയൊക്കെ എഴുതേണ്ടി വരുന്നുണ്ട് കുട്ടികൾക്ക്. അപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോ. ഇത് സ്ഥിരമായി ഇംഗ്ലീഷ് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ സ്ഥിരമായി ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഫസ്റ്റ് ടൈമിൽ തന്നെയൊക്കെ എഴുതി കഴിഞ്ഞാൽ മിക്കവാറും കിട്ടാവുന്ന ഒരു എക്സാമാണ്. അങ്ങനെയല്ല എങ്കിൽ ഒരു ട്രെയിനറുടെ സഹായത്തോടു കൂടെ തന്നെ നിങ്ങളെ ഇരുന്ന് പഠിച്ച് നിങ്ങളുണ്ടാക്കുന്ന തെറ്റുകൾ അത് തിരുത്തി തന്ന് തുടർച്ചയായ പ്രാക്ടീസോടുകൂടെ എക്സാമിനെ സമീപിച്ചെങ്കിൽ മാത്രമേ ഫസ്റ്റ് ടൈം അല്ലെങ്കിൽ സെക്കൻഡ് ടൈമിലെങ്കിലും നിങ്ങൾക്ക് ഇത് എഴുതിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. മെറ്റ്, IELTS അല്ലെങ്കിൽ OET തുടങ്ങിയ എക്സാമുകളെക്കാട്ടിൽ താരതമ്യേന അല്പം കൂടെ സ്റ്റുഡൻറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു എക്സാം ആണെങ്കിലും അത്ര എളുപ്പത്തിൽ ചുമ്മാ പോയി എഴുതിയാൽ കിട്ടുന്നൊരു എക്സാം അല്ല PT എക്സാം. അതുകൊണ്ട് തന്നെ നല്ല പ്രാക്ടീസോടുകൂടെ ഒരു നല്ല മെൻറ്ററിൻ്റെ സപ്പോർട്ടോടുകൂടെ നിങ്ങൾ പഠിക്കാനും എക്സാമിനെ സമീപിക്കാനും ശ്രമിക്കുക.